എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ വീടിൻ്റെ വർക്ക് ഏരിയയാണ് കേട്ടോ. വർക്ക് ഏരിയ ചെറിയൊരു വർക്ക് ഏരിയയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കാണും എന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിലം ടൈൽസാണ്, ഒരു മെറൂൺ കളറിൽ കറുപ്പ് കുത്താണ്, കറുപ്പ് പുള്ളിയായിട്ടുള്ള ഒരു ടൈൽസാണ്. വീട് എല്ലായിടത്തും ടൈൽസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെയർ കേസ് മാത്രമാണ് കേട്ടോ ഗ്രാനൈറ്റ് ഇട്ടിട്ടുള്ളത്. വെള്ളയും കറുപ്പും കൂടിയിട്ടുള്ള ഗ്രാനൈറ്റ് സ്റ്റെയർ കേസിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഈ അടുപ്പ് ഉപയോഗമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം ഗ്യാസിലാണ് വയ്ക്കാറ്. അതുകൊണ്ട് ഈ അടുപ്പിന് ഈ മുകളിൽ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി വയ്ക്കുക ചെയ്യട്ടോ. ഇതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡിൽ അടക്ക് പാത്രങ്ങളും പിന്നെ നമ്മൾ ചീനച്ചട്ടി അതൊക്കെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ കിണ്ണം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വലയും വെച്ചിട്ടുണ്ട്. അതിൽ കിണ്ണവും പ്ലേറ്റും മാത്രമാണ് വെക്കുക കേട്ടോ. കിണ്ണങ്ങളും പ്ലേറ്റും അതിൽ വയ്ക്കും. ബാക്കിയെല്ലാം ഒരു റോസ് ബോക്സ് വെച്ചിട്ടുണ്ട്, വലിയൊരു പാത്രങ്ങളൊക്കെ കഴുകിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലാണ് അതൊക്കെ വയ്ക്കുക. ഈ അടുപ്പ് വീട് പാല് കാച്ചുന്ന സമയത്ത് ഒന്ന് പാല് കാച്ചാൻ മാത്രം ഉപയോഗിച്ചതാണ് കേട്ടോ. 13 വർഷമായി. പിന്നീട് ഈ അടുപ്പ് കത്തിക്കാറില്ല, ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് വെച്ചിട്ട് അതിലാണ് കുക്കറ്, പിട്ടും പാത്രം, ചോറ് വാർക്കണ ചെമ്പ് അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഗ്രില്ലിൻ്റെ അവിടെ ഒരു കുളത്ത് തൂക്കിയിട്ട് അതിൽ ദോശക്കല്ല് ഇങ്ങനെ തൂക്കിയിടും. പിന്നെ അല്ലറ ചില്ലറ സാധനങ്ങൾ കിട്ടിയത് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ സാധനങ്ങളും അതിലാണ് ഇടാറ് കേട്ടോ. മാറാല, ചെറിയ ജനൽ തട്ടണം, മാറാല തട്ടണതൊക്കെ അതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഡോർ അങ്ങോട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ടേബിൾ ഇട്ട സ്ഥലമാണ്. ചിരവിൻ ഇവിടെ തന്നെയാണ് കേട്ടോ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റവ് ഉണ്ട്, അതിപ്പോൾ ഉപയോഗിക്കാറില്ല. പിന്നെ അതേപോലെ ഇങ്ങനെ ഒരു ഇതിൽ നമ്മളുടെ എണ്ണ, ചെടിക്കിടണ വളം, പിന്നെ കംഫർട്ട്, പിന്നെ ഉജാല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ തട്ടിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഗ്രില്ല് ഇങ്ങോട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ നിലം കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ നിലം ഇപ്പോൾ ഭയങ്കര അബദ്ധമാണ്. മഴ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ആ നിലത്ത് വെള്ളം ഇങ്ങോട്ട് പൊങ്ങിയിട്ട് പിന്നെ അപ്പുറത്തെ ബാത്റൂമിലേക്കൊക്കെ പോകണമെങ്കിൽ ഒരു തോണി വേണമെന്നുള്ള അവസ്ഥയാണ്. ഒട്ടും വെള്ളം താണു പോവില്ല കേട്ടോ. പിന്നെ മുകളിലാണെങ്കിൽ ഷീറ്റ് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് വലിയൊരു അബദ്ധമാണ് ഇപ്പോൾ അത്. ആ നിലം ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് നിലം നല്ല വഴുക്കും. അപ്പോൾ മഴക്കാലത്ത് പച്ചപ്പട്ടയൊക്കെ വെട്ടിയിട്ടിട്ടാണ് അപ്പുറത്തെ ബാത്റൂമിലേക്കൊക്കെ പോകുക കേട്ടോ. മുകളിൽ ഷീറ്റ് ഇട്ടാൽ വടുക്കോരം ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സൗകര്യമാണ്. അതല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നിലം മാത്രം കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വഴുക്കിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. വെള്ളം ഒരു മുട്ടിൻ്റെ ഏകദേശം അത്രയും വരെ വെള്ളവും പോകും കേട്ടോ. പിന്നെ വീടിൻ്റെ കുറച്ച് പരിസരവും കാണിക്കുന്നുണ്ട്. വടുക്കോർത്ത് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്ലാബ് മതിൽ കെട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ച് സ്ഥലത്ത് കറിവേപ്പ്, 3-ാം കൊല്ലത്തിൽ കായ്ക്കണ ഒരു പ്ലാവിൻ്റെ തൈ, പിന്നെ 2 മുരിങ്ങ, ഒരു മുരിങ്ങേമ്പിൽ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മറ്റേ മുരിങ്ങേമ്പിലത്തെ ഇല ഞങ്ങൾ പൊട്ടിക്കും. പിന്നെ ഓമ, ഒട്ടുമാവ് അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ വടുക്കോറത്ത് മുറ്റത്ത് ഉള്ളത്. പിന്നെ ഗ്യാസും കുറ്റി വയ്ക്കാൻ പുറത്തേക്കാണ് സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. മോളുടെ ഒരു സൈക്കിളുണ്ട്. പിന്നെ പുകയില്ലാത്ത അടുപ്പിൻ്റെ പുകക്കുഴൽ അതിൻ്റെ മുകളിലാണ് ഓപ്പൺ ടെറസ് ഷീറ്റ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലെ ഭാഗം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ, പകുതി ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വർക്ക് ഏരിയയും വടുക്കോറത്ത് കുറച്ച് ഭാഗങ്ങളും കേട്ടോ. പിന്നെ ഒരു പുറത്തൊരു ബാത്റൂമുണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ പല്ലൊക്കെ തേക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാഷ് ബേസ്, പിന്നെ തിരുമ്പണ കല്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്താണ്. അപ്പോൾ മഴ പെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് കേട്ടോ. പുറത്ത് പോയിട്ട് പല്ല് തേക്കാനും തുണി കഴുകാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നിലവും ആണെങ്കിൽ വെള്ളവും കെട്ടി കിടക്കണ കാരണം കൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കേട്ടോ നടക്കാറ്. അപ്പോൾ ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്ന സ്ഥിതിക്ക് ഇത് ഏതായാലും ചളി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതും ഒന്ന് കഴുകി വെക്കാം എന്ന് വിചാരിച്ച് പുറത്തേക്ക് കൊണ്ടുവച്ചതാണ് കേട്ടോ. പിന്നെ വിറക് പെരയുണ്ട്, അതിൽ നാളികേരമൊക്കെയാണ് കൂട്ടിയിടാറ്. ഞാൻ ഇതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
ഒരു പ്ലാവുണ്ട്. അതിപ്പോൾ ആദ്യമായിട്ട് കായ്ച്ചതാണ്. ഒരു 3 ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുകളിൽ 2 എണ്ണം, പിന്നെ താഴെ ഒന്നും. പിന്നെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ബാത്റൂമിനായി വേറൊരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ ഞങ്ങൾ ഷീറ്റും മേഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾക്കുള്ള വ്യൂ കേട്ടോ. വീട് ഇപ്പോൾ വീടിൻ്റെ മുഴുവൻ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി വടുക്കോറം മാത്രമേ ഒന്ന് വൃത്തിയാക്കാനുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ വർക്ക് ഏരിയയുടെ കുറച്ച് കാഴ്ചകൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിൽ താങ്ക് യു ഫോർ വാച്ചിങ്.